ഫാമിലി ബിസിനസ്സിൽ നമ്മൾ സക്സസറെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അകത്തൊരു കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തൊരു പോയിൻ്റ് ഡിസ്കസ് ചെയ്താൽ എപ്പോഴും ചർച്ച വരാറുള്ളൊരു വിഷയമാണ് സക്സസറെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പാർട്ടാണ് ഒരു ലെവൽ കഴിഞ്ഞ് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സക്സസർ ആവാൻ പോകുന്ന കാൻഡിഡേറ്റ് ആ ഫാമിലി ബിസിനസ്സിൽ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യണോ അതോ പുറത്തു പോയി കുറച്ചുകൂടെ എക്സ്പോഷറൊക്കെ കിട്ടിയിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പുറത്ത് പോകണം എന്നുള്ളൊരു നിർബന്ധമാണ്. പുറത്ത് നമ്മുടെ സെയിം ലൈൻ ഓഫ് ബിസിനസ്സുള്ള വലിയ കോർപ്പറേഷനുകളിലും ബിസിനസ് ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. കാരണം അവിടുത്തെ സിസ്റ്റംസ്, അവിടുത്തെ റിപ്പോർട്ടിംഗ് നേച്ചർ, അവിടുത്തെ ഡെലിവറബിൾസ്, അവിടെ നിങ്ങളെങ്ങനെ അസസ് ചെയ്യുന്നു, കാരണം അവിടെ നിങ്ങൾ ഫാമിലി മെമ്പറോ ഓണറോ ഒന്നും അല്ല, നമ്മളൊരു എംപ്ലോയിയോ മാനേജറോ ആണ്. നമ്മൾ അവിടെ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, എങ്ങനെ ബോസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നു, എങ്ങനെ സിസ്റ്റംസ് വരുന്നു, എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് നോക്കുന്നു, എങ്ങനെ മീറ്റിങ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു, എങ്ങനെ വാട്സാപ്പ് അങ്ങനെയുള്ള എങ്ങനെ ബിസിനസ്സിൽ ഒരു പ്രൊഫഷണൽ ബിസിനസ് എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണു എന്നുള്ളത് ഫീൽ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ അത് ഇതിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് 2-3 കൊല്ലം വർക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷേ ഇത് എപ്പോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ പലരും 2 ടൈപ്പും ഉണ്ട്. ബിസിനസ് ഇത് കഴിഞ്ഞിട്ട് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഉടനെ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി എടുത്ത് പോകുന്നു, കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ അപ്പോൾ ഉള്ളൊരു വലിയൊരു കുഴപ്പം, ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആളാണ് ഈ കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ സക്സസറെ മെൻറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ലിമിറ്റുണ്ട്. ആ ഓൾഡ് ജനറേഷന് ഒരു ലിമിറ്റുണ്ട്. കാരണം ആ പുള്ളി ഇതുവരെ കൊണ്ടുപോകുന്ന രീതിയിലല്ലല്ലോ ഇനി ബിസിനസ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ലിമിറ്റഡ് തിങ്കിങ്ങിൽ മാത്രം നിന്നുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അല്ല, പുറത്തു പോയിട്ട് പെട്ടെന്ന് വന്നാൽ ഉള്ള കുഴപ്പം, ആ കോർപ്പറേഷൻ ആ കണ്ട കാര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ശ്രമിക്കും. നമ്മളതിൻ്റെ ഒരു ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും ഫെയിലിയേഴ്സായിട്ടും ചലഞ്ചസായിട്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു വയാ മീഡിയ? അക്കോർഡിംഗ് ടു മീ, ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് 1 or 2 years സ്വന്തം ഫാമിലി ബിസിനസ്സിൽ തന്നെ വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ബിസിനസ് സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഇത്ര ടൈം എന്ന് വെച്ച് വർക്ക് ചെയ്യുക. 2 വർഷമെങ്കിൽ ഒരേ സ്ഥലത്ത് 3 മാസം എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുക. എസ്പെഷ്യലി ഫീൽഡിൽ വിടണം, സെയിൽസിൽ വിടണം. പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉത്തരവാദിത്വം കൊടുത്തിട്ട്. അത് ഫെയിലിയർ ആയിക്കോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ പുള്ളി ട്രൈ ചെയ്യാനായിട്ട് നോക്കാനുള്ളൊരു അവസരം കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൂടി വന്നാൽ 2-3 മാസത്തിൽ അപ്പോഴത്തേക്കും നമ്മൾ ടൈം ഫിക്സ് ചെയ്തിരിക്കണം. 2 വർഷം കഴിയുമ്പോൾ ഹീസ് ഗോയിങ് ഫോർ എയ്തർ ഹയർ സ്റ്റഡീസ് ഓർ ഫോർ ജോലി. ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ നമുക്ക് ഈസി ആയിരിക്കില്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കോർപ്പറേറ്റിൽ ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഈ ഹയർ സ്റ്റഡിയിൽ നമ്മൾ സബ്ജക്റ്റും നമ്മുടെ പർപ്പസും എല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. നമുക്ക് തിരിച്ചിവിടെ വന്നിട്ട് നമുക്ക് ഈ ബിസിനസ് മാനേജ് ചെയ്യാനുള്ളതാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഹയർ സ്റ്റഡീസിന് പോകാൻ. ഹയർ സ്റ്റഡീസിന് പോകാൻ അതിൻ്റെ പ്രാക്ടിക്കൽ വേ. അത് എപ്പോഴും നല്ലത് വാട്സാപ്പ് ഈ എക്സ്പീരിയൻസ്ഡുള്ള ആൾക്കാർ വന്നിട്ട് വർക്ക് പഠിക്കുന്ന മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. പല ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ 4 വർഷം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു മാൻഡേറ്ററിയാണ്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ തിയറി അല്ല പഠിക്കുന്നത്, നമുക്കൊരു എക്സ്പീരിയൻസാണ് കിട്ടണത് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അവിടെയും നമുക്ക് എക്സൽ ചെയ്യാൻ ഒരു വാട്സാപ്പ് ഫയറുള്ള ഒരാൾക്ക് അവിടെ എക്സൽ ചെയ്യാൻ ധാരാളം ഇതുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തും. ഇനി അവിടുന്ന് ഏറ്റവും നല്ലത് തിരിച്ചിങ്ങോട്ട് വരാണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ്സിലോ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിലോ നമ്മളെ റിലേറ്റഡ് ആണെങ്കിൽ 2 ഗുണമാണ്. അല്ലെങ്കിൽ ആ കോർപ്പറേറ്റിൻ്റെ ഒരു ഫ്ലയറോ എക്സ്പീരിയൻസോ കിട്ടുകയുള്ളൂ. റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് നോളജ്, ടെക്നിക്കൽ നോളജോട് കൂടി അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും. റിപ്പോർട്ടിംഗ് കിട്ടും, സ്ട്രക്ചർ കിട്ടും, പ്രൊഫഷണൽ റണ്ണിങ്ങിന് കിട്ടും, അക്കൗണ്ടബിലിറ്റി കിട്ടും, സിസ്റ്റംസ് കിട്ടും, ഗ്രോത്ത് പ്ലാൻസ് കിട്ടും, എല്ലാം കിട്ടും അവിടുന്ന് ആ 1-2 വർഷം കൊണ്ട്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ
ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 years അത് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പോകാൻ പറ്റും. അപ്പോഴും തിരിച്ചു വന്ന ഉടനെ ഹാൻഡ് ഓവർ ചെയ്യരുത്. കാരണം ആ ഒരു സിസ്റ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ഫ്ലെയറോട് കൂടി ആ ഒരു ഇതോടുകൂടി വന്നിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കെല്ലാം പ്രശ്നങ്ങളായിട്ട് തോന്നും. അപ്പോൾ ഒന്ന് പഠിച്ച് ഇരുത്തം വന്ന് പ്രാക്ടിക്കലായിട്ട് അതിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സക്സസർ നേരിട്ട് വരണോ, പഠിച്ചിട്ട് വരണോ, എക്സ്പീരിയൻസോടുകൂടി വരണോ എന്നുള്ള കാര്യങ്ങൾ. ഇതിന് എൻ്റെ വ്യൂസാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്.